നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പെൻസിൽ പാൻറ്റിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു ബോട്ടത്തിൻ്റെ ക്ലോത്താണ്. ഇതിൽ ഒരു സൈഡിൽ ഇതേപോലെ എംബ്രോയ്ഡറി ആണുള്ളത്. അപ്പോൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പാൻറ്റിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഇതേപോലെ എംബ്രോയ്ഡറി വരണം. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ ക്ലോത്തിൻ്റെ ഒരു സൈഡിൽ മാത്രമേ എംബ്രോയ്ഡറി ഉള്ളൂ, ഈ സൈഡ് പ്ലെയിൻ ആണ്. ആദ്യമേ ക്ലോത്തിനെ ഇതേപോലെ രണ്ടായിട്ട് നല്ല വശങ്ങൾ ചേർത്ത് മടക്കിയെടുത്തിട്ടുണ്ട്. എംബ്രോയ്ഡറി വരുന്ന ഭാഗം താഴെയായിട്ടാണ് വരുന്നത്. ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിടുക. അതിനുശേഷം ഈ ഒരു പാർട്ടിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. സെൻറ്റർ മാർക്ക് ചെയ്ത് കറക്റ്റ് മുകളിൽ വരേക്കും സെൻറ്ററിലൊരു ലൈൻ വരച്ചെടുക്കണം. ഇതേപോലെ ഈ ക്ലോത്തിൻ്റെ സെൻറ്ററിലൊരു മാർക്ക് ചെയ്തെടുത്തു. ഇതിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് നമുക്ക് മാർക്കിംഗ് എല്ലാം ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിംഗ് ചെയ്തെടുക്കേണ്ടത്. ആദ്യമേ എത്രയാണോ ലെങ്ത് ആവശ്യം അത് മെഷർ ചെയ്യുക. എനിക്കിവിടെ 40 ഇഞ്ചാണ് ലെങ്ത് വേണ്ടിയത്. ഇവിടെ വരേക്കും 40 ഇഞ്ച് വരത്തക്ക രീതിയിൽ മാർക്ക് ചെയ്തെടുക്കുക. ഇവിടെ വരേക്കും ലെങ്ത് മെഷർ ചെയ്ത് മാർക്ക് ചെയ്തു. അതിനുശേഷം 2 ഇഞ്ച് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ താഴെ ബോട്ടത്തിൽ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ക്ലോത്ത് ഇവിടെ ഓൾറെഡി വിട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് എംബ്രോയ്ഡറി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഹിപ്പിൻ്റെ 4/1 എക്സ്ട്രാ ലൂസിങ്ങും കൂടെ ചേർത്ത് 12.5 ഇഞ്ചാണ് എനിക്ക് ആവശ്യം. ഫ്രണ്ട് പാർട്ടിൽ 12.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. 12.5 രണ്ട് സൈഡിലായിട്ടും വേണം മാർക്ക് ചെയ്യാൻ. 12.5യുടെ ഹാഫ് 6.25, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6.25, ഇവിടെ നിന്ന് അങ്ങോട്ടും 6.25 വീതം രണ്ട് സൈഡിലും മാർക്ക് ചെയ്യുക. സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കും 6.25, ഇവിടേക്കും 6.25 വീതം മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം ബോട്ടം വിട്ട് മാർക്ക് ചെയ്യണം. ഇവിടെ എനിക്ക് ബോട്ടത്തിന് വിട്ടായിട്ട് 7 ഇഞ്ച് 7 ഇഞ്ചാണ് ആവശ്യം. ഇതാ സെൻറ്റർ ലൈനിൽ നിന്നും ഇങ്ങോട്ടേക്ക് 3.5 ഇഞ്ചും ഇങ്ങോട്ടേക്ക് 3.5 ഇഞ്ചും വീതം മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യണം. എനിക്കിവിടെ 13 ഇഞ്ചാണ് ക്രോച്ച് ലെങ്തായിട്ട് ആവശ്യം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 6.25 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് 13 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. 13 ഇഞ്ചിൽ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇവിടെ ക്രോച്ചിൻ്റെ ഷേപ്പ് വരച്ചെടുക്കണം. ഇതേപോലെ ക്രോച്ചിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുക. അതേപോലെ ഈ സൈഡിലും താഴേക്ക് 13 ഇഞ്ചിൽ മാർക്കിംഗ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇവിടെ ക്രോച്ച് മാർക്ക് ചെയ്ത ഈ പോയിൻ്റ് മുതൽ ഇവിടെ ബോട്ടത്തിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻ്റ് വരെ ഇതേപോലെയുള്ള സ്കെയിൽ യൂസ് ചെയ്ത് കർവ് വരച്ചെടുക്കണം. അതേപോലെ ഈ സൈഡിലും മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻ്റ് മുതൽ ഇവിടെ വരേക്കും വരച്ചെടുക്കുക. ഇവിടെ ഇതേപോലെ ലെഗ് ഷേപ്പർ ഉപയോഗിച്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഈ സ്കെയിൽ ഉപയോഗിച്ച് ഈ ഒരു സൈഡ് ഒന്ന് കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കണം. രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തു. ഇതേപോലെയാണ് കിട്ടുന്നത്. ഇനി ഇത് യൂസ് ചെയ്ത് നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. വന്ന ക്ലോത്തിനെ ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വിരിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ട് വയ്ക്കുക. ഇവിടെ മുകളിലായിട്ടൊരു 2 ഇഞ്ച് വിട്ടിട്ടാണ് ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്രോച്ച് ഏരിയയിൽ ഒരു 2.5 ഇഞ്ച് കൂടെ എക്സ്ട്രാ ഇങ്ങോട്ടേക്ക് നീക്കി മാർക്ക് ചെയ്യണം. ഇതേപോലെ 2.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് നീക്കി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഇവിടെ ഇതേപോലെ തന്നെ ക്രോച്ചിൻ്റെ ഷേപ്പ് കൊടുക്കണം. അതേപോലെ മുകളിലേക്ക് ഞാൻ 2 ഇഞ്ച് കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് സ്കെയിൽ ഉപയോഗിച്ച് കണക്ട് ചെയ്തെടുക്കുക. ഇതേപോലെ എക്സ്ട്രാ മാർക്ക് ചെയ്ത പോയിൻ്റ് സൈഡിലുള്ള പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്തെടുക്കണം. അതേപോലെ ഇവിടെ 1 ഇഞ്ച് കൂടി ഇങ്ങോട്ടേക്ക് നീക്കി എക്സ്ട്രാ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം
ഈ പോയിൻറ്റും ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിൻറ്റും കൂടെ കണക്ട് ചെയ്തെടുക്കണം. ഇവിടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത പോയിൻറ്റ് കണക്ട് ചെയ്തെടുത്തു. ബാക്കി ഭാഗം എല്ലാം അതേപോലെ സെയിം അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ചേഞ്ചസ് ബാക്ക് പാർട്ടിലുണ്ടായ ചേഞ്ചസ് വന്നിരിക്കുന്നത് ഇവിടെ ക്രോച്ച് ഏരിയയിൽ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയും എക്സ്ട്രാ മാർക്ക് ചെയ്തു. മുകളിൽ ഇത് ഹെവി സൈസ് ആയതുകൊണ്ടാണ് മുകളിൽ 2 ഇഞ്ച് കൂടി എക്സ്ട്രാ ഇട്ടിരിക്കുന്നത്. ഒരു എൽ സൈസ് വരെ ഉള്ള പാൻറ്റാണെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാത്രം കൊടുത്താൽ മതിയാവും. ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് അതേപോലെ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സെയിം ഇവിടെ ഈ ഏരിയയിൽ മാത്രമാണ് ചേഞ്ചസ് വന്നിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം. കാരണം ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പം അല്ലെങ്കിൽ ഇവിടെ എക്സ്ട്രാ വരും. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ബാക്ക് പാർട്ടിൽ മാത്രം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുക. ഇത്രയേ ഉള്ളൂ. കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിൽ മാത്രമാണ് ഇതേപോലെ ഡിസൈൻ വരുന്നത്. ഇതേപോലെ എംബ്രോയ്ഡറി അല്ലെങ്കിൽ വർക്കുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് എങ്ങനെ ഒരു പാൻറ്റ് കട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. ഓൾറെഡി ഈ ചാനലിൽ ഞാൻ പെൻസിൽ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.